ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഭാഗിക കുറ്റപത്രം ഉടൻ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. അന്വേഷണം നീളാൻ സാധ്യതയുള്ളതിനാലാണ് ഭാഗിക കുറ്റപത്രം സമർപ്പിച്ച ശേഷം അന്വേഷണം തുടരാനുള്ള നീക്കം. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും സുധീഷ് കുമാറും ജാമ്യത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് 60 ദിവസത്തിനു മുൻപേ കുറ്റപത്രം നൽകാനുള്ള നടപടി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം നീണ്ടാൽ ഭാഗിക കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണം തുടരുന്നതിനാണ് പ്രത്യേക അന്വേഷണ സംഘം നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും സുധീഷ് കുമാറും ജാമ്യത്തിലിറങ്ങുന്നത് ഒഴിവാക്കാൻ 60 ദിവസത്തിനു മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിക്കേണ്ടി വരുമെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. എല്ലാ പ്രതികളുടെയും അറസ്റ്റിലേക്ക് നീങ്ങുന്നത് കാലതാമസം ഉണ്ടാക്കുമെന്നതിനാലാണ് ഭാഗിക കുറ്റപത്രം നൽകിയ ശേഷം അന്വേഷണം തുടരാൻ അനുമതി തേടാൻ SIT ഒരുങ്ങുന്നത്. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനും ഇതുവഴി സാധിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസം കൂടി കസ്റ്റഡിയിൽ വിട്ടതിനാൽ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് അപേക്ഷ നൽകും. മുരാരി ബാബുവിനെ ജയിലിലേക്ക് മാറ്റിയെങ്കിലും മറ്റു ചിലരെ കൂടി ചോദ്യം ചെയ്ത ശേഷം വീണ്ടും കസ്റ്റഡിയിൽ അപേക്ഷ നൽകാനാണ് നീക്കം. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ 3ാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറിന്റെ അറസ്റ്റ് കേസിൽ നിർണായകമാണ്. 2019 ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ സുധീഷ് കുമാർ ആയിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ. അതിനാൽ ഇതിലൂടെ ഉന്നതരിലേക്ക് കേസന്വേഷണം എത്തിക്കാനാണ് SIT ഒരുങ്ങുന്നത്. ജനം, തിരുവനന്തപുരം.